ഹലോ ഗായ്സ്, വെൽക്കം ടു സ്കില്ലേജ് അക്കാഡമി ഡെയിലി വർക്ക്സ്. ഇന്ന് സ്കില്ലേജ് അക്കാഡമി എന്തൊക്കെ നടക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. റാനിയ, ഹലോ, ഇവിടെ വാ. റാനി ഇന്നലെ റിസൈൻഡ് പോയ ആളാണ്, പിന്നെയും കയറി വന്നിക്കണേ. എന്താ ഇതിനെ പറ്റി പറയാറില്ല? ഞാൻ അല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കൂല, അത്രേ ഉള്ളൂ. പോയ ആളെ പിന്നെ തിരിച്ചു വന്ന് വിളിച്ചോണ്ട് ആര് വിളിച്ച്? ഞാൻ വിളിച്ചിട്ടില്ല. റിസൈൻഡ് പോയ ആളാണ്, വീണ്ടും തിരിച്ചു വന്ന് 2 ദിവസത്തെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ്. നമുക്ക് നെക്സ്റ്റ് ക്യാബിനിലേക്ക് പോയി നോക്കാം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോയി നോക്കാം. പിന്നെ സെയിൽസ് ഇട്ട് ഇന്നലെ കണ്ട് സെയിൽസ് ഇട്ട് ഇന്ന് എന്താ പറയാൻ നോക്കാം. ഇന്നലെ ഫുള്ള് മീറ്റിങ്ങിലായിരുന്നു. ഇന്നലെ ആ ക്യാബിനിലാണ് ഇരുന്നിരുന്നത്, ഇന്ന് ഈ ക്യാബിനിൽ, ബിക്കോസ് സജീവ് സാർ ഇല്ല. സോ ഹായ് ഹലോ, ഹൗ ആർ യു? ഐ ആം ഗുഡ്. നിങ്ങളത് പണി ഇന്നെന്താ പണി? എനിക്ക് ഇന്ന് ഫുള്ള് ഭയങ്കര ബിസിയാണ്. ഇന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്തു. ജസ്റ്റ് സജീവ് സാർ ബർത്ത്ഡേ ഇന്നല്ലേ, മുപ്പക്ക് ഇപ്പൊ എത്ര ഏജ് ആയിട്ടുണ്ടോ? സജീർ സാറിനെ കറക്റ്റ് പറയുകയാണെങ്കിൽ 27. 27 കണ്ട 27 അല്ലേ? കണ്ട 27. പക്ഷെ സജീർ സാറിനെ നിക്കാഹ് കഴിഞ്ഞ കേട്ടോ. പോയി നിക്കാ കഴിയണേ. ഒരുപാട് ഒരു കുട്ടിയുണ്ട്. എത്ര വർഷത്തെ റിലേഷൻ ആണ്? റിലേഷൻ ഒന്നുമില്ല, ഹലാലായിട്ടാണ്. ഓക്കെ, ഹലാലായിട്ടാണ്. നല്ല വിന്റേജ് ഒരു ഓളം ഉണ്ടായില്ല. ഇന്ന് നോക്കി, ഇന്ന് ഹൗസ്ഫുൾ ആണ് വിന്റേജ്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓ, എല്ലാവരും പണിയെടുക്കണില്ലേ? നമുക്കിന്ന് ജസ്റ്റ് കയറി വെക്കാം. ഹായ് ഗായ്സ്, ഇന്നലത്തെ മാതിരി തന്നെ ഇന്നും ഒരു ഓളല്ല. ഹായ്. ഷാനിബ എപ്പോഴും ഹായ് അറിയാം, കാരണം ഷാനിബ യു നോ മൈ സിസ്റ്റർ. ഹലോ ജിമ്മ, ഹൗ ആർ യു? ഫൈൻ. രണ്ടൊരു പാട്ട് പാടോ? ഞാൻ എഡിറ്റ് ചെയ്തത് പാടികൾ ഞാൻ കട്ട് ചെയ്തു. രണ്ടുപേരും എഡിറ്റ് ചെയ്ത് കാണിച്ചെടുത്ത. ഇന്ന് എന്താ എഡിറ്റ് ചെയ്യണേ? ഇന്ന് സ്കില്ലേജിന്റെ ഇത് ഏത് വീഡിയോ ആണ്? ഇന്നലത്തെ ബുക്ക് ടോക്ക് ഇവന്റ് ആണോ? അതെ, ഇന്നലത്തെ ബുക്ക് ടോക്ക് എഡിറ്റ് ചെയ്യണല്ലേ? അതെ. സോ യു ആർ സോ ബിസി. ഗ്രാഫിക് ഡിസൈനറിനെ പോയി നോക്കാം. ഹായ്, ഹൗ ആർ യു? ഗുഡ്. ഇന്നെന്താ പണി? ഇന്ന് ബുക്ക് ടോക്കിന്റെ ഫോട്ടോ ഗ്രേഡ് ചെയ്യാം. ഇതാണ് മിഷൻ. ഹായ്, ഹൗ ആർ യു? ഗുഡ്, ഫൈൻ. ഇന്ന് സ്കില്ലേജിന്റെ സെക്കൻഡ് ബ്ലോഗ് ആണ്. ഓക്കെ. അപ്പോൾ ഒന്ന് സജീവ് സാറിന്റെ ബർത്ത്ഡേ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നല്ലേ? അറ്റൻഡ് ചെയ്തില്ല, ചെറിയ വർക്ക് ഉണ്ടായിരുന്നു. ചെറിയ വർക്ക് ഉണ്ടായിട്ട്. ഓ, ബിസിയാണ്. സോ ഏജ് ഗസ് ചെയ്യാൻ പറ്റുമോ? ഏജ് 24 അല്ലേ? 24. എല്ലാരും ഊക്കാണ് അവിടെ. വിന്റേജ് ഊക്കാൻ മാത്രമേ അറിയുള്ളൂ, വർക്ക് ചെയ്യാൻ അറിയാൻ തോന്നുന്നു. ഊക്ക് കൊള്ളുന്നത് ഷാനിബ. അപ്പൊ ഒന്നും പറയാനില്ല, ഒന്നും പാടാനൊന്നുമില്ല. എന്താണ് നിങ്ങള് ജസ്റ്റ് ഒന്ന് പോസ്റ്റർ റെഡിയാക്കിയാണ്. എന്ത് പോസ്റ്റ്? പോസ്റ്റർ സ്കില്ലേജിന്. അത് സ്വന്തമായിട്ടില്ലല്ലോ? സ്വന്തമായിട്ടുണ്ട്, രണ്ടിനുണ്ട്. ശരി, ബൈ. അവിടെ ഉണ്ട് ഓപ്പറേഷൻ എടുത്ത് ക്ലാസ് എടുക്കണില്ലേ? ഒരു ഹായ് തരുമോ? ഓ അല്ലേ. നെക്സ്റ്റ് നമ്മൾ സെയിൽസ് ക്യാബിനിലേക്ക്. ഹായ് സന. ഹായ് സഹർ. ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഇന്നെന്താ വർക്ക്? ഇന്ന് നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ പ്രോഗ്രാമാണ് നെക്സ്റ്റ് മന്ത് 16-ന്, ഓഗസ്റ്റ് 16-ന്. അപ്പം അതിലേക്ക് അഡ്മിഷൻസ് വന്നുകൊണ്ട് കിടപ്പോൾ ആളുകളെ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കാൻ ഫോളോ അപ്പ് ഒക്കെ ചെയ്യാൻ. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിന്ന് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയുള്ള സബ്ജക്റ്റാണ്. സോ കയറി വെക്കാം. ആഷിഖ് സിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെയിൻ ബാച്ച് കോർഡിനേറ്റർ അല്ല, ബാച്ച് കോർഡിനേറ്റർ അവിടെയാണ്, പക്ഷെ ഇവിടെ സെക്കൻഡ് കോർഡിനേറ്റർ ആണ്. ഇത് ഷെയ്ൻ ഷാ. ഹായ് ഷെയ്ൻ ഷാ. ഹായ്, ഹൗ ആർ യു? ഫൈൻ. ഇന്നെന്താ പണി? ഇന്ന് ക്യാമറ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണം എങ്ങനെ എന്നുള്ളതിന്റെ ക്ലാസ് ആണ്. ഓക്കെ, കേട്ടില്ലേ? ഇത് നമ്മൾ അജ്മൽ സാർ. ഹായ്. ഇവിടെ ക്ലാസ്സും പരിപാടിയൊക്കെ പോകുന്നുണ്ട്. എന്താ ചോദിക്കണ്ടേ? രണ്ടൊരു പാട്ടോ മധുരമുള്ള ശബ്ദത്തിന് മധുരമുള്ള ശബ്ദം. വണ്ടി വിട്, എനിക്കല്ലേ നാണം കിടന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പോവുകയാണ്. പോക്കറ്റ് അടിക്കണ സിആർ, സോഷ്യൽ മീഡിയ മാനേജർ. ഈ വ്ളോഗിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് ഫസ്റ്റ് വ്ളോഗിലുണ്ടായ ആളാണ് ക്യാമറമാൻ. ജസ്റ്റ് പോയി വെക്കാം. എല്ലാവരും സ്റ്റാഫിന് പരിചയപ്പെടാം, സ്റ്റുഡൻസിനൊക്കെ പരിചയപ്പെടാം. അങ്ങനെയൊക്കെയാണ്. വർക്ക് ചെയ്തോട്ടെ. 2 അഭിപ്രായം ചോദിച്ചാണ്. സജീവ് സാറിന്റെ ബർത്ത്ഡേ. മൂപ്പക്ക് എത്ര ഏജ് ഉണ്ടാവും?
എത്ര റേറ്റ്? ഒരു 24. ഓക്കെ 24. നിങ്ങൾക്ക് കേക്ക് കിട്ടുന്നല്ലേ? ഇല്ല. ഇല്ല. രണ്ട് കേക്ക് മുറിച്ചു. രണ്ട് കേക്കിന് പീസ് കൊടുത്തിട്ടില്ല. രണ്ട് കേക്കിലും ബർത്ത്ഡേ B8 B9 B7 B7 B8. അതിന്റെ ബാക്കിൽ നമ്മൾ ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ട് കേക്കും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വളരെയധികം ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ കേക്ക് പീസ് വാങ്ങിക്കൊടുക്കുക. B7 B8 രണ്ട് B9 ഉണ്ടായിക്കോട്ടെ. ഡിജിറ്റൽ മാർക്കറ്റിന് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ എന്നാ ബൈ. ഓക്കെ, താങ്ക് യു. ഹായ് സാർ. ഹായ്, ഹൗ ആർ യു? ഫൈൻ മാൻ. എന്താണ് സജിന്റെ ബർത്ത്ഡേ ഇരുന്നില്ല, സജി സാറിന്റെ. മൂപ്പർക്ക് എത്ര ഏജ് ആയിട്ടുണ്ടാവും? ഐ തിങ്ക് 23. നല്ല കേക്ക് കിട്ടിയിട്ടുണ്ടാവും. കേക്ക് കിട്ടിയിട്ടുണ്ട്, 2 കേക്ക് കിട്ടി. ചെറിയ പീസ കിട്ടിയ കാരണം ഞാൻ ക്ലാസ്സിലായിരുന്നു, അതുകൊണ്ട് ഫുള്ളി എൻഗേജ് ആകാൻ കഴിഞ്ഞില്ല. ബട്ട് അടിപൊളിയാണ് കേട്ടോ, പരിപാടി അടിപൊളിയാണ്. നമുക്ക് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇത്രയും പരിപാടിയായിരുന്നു. യെസ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ഹൗ ആർ യു? വെരി ഗുഡ്, താങ്ക് യു. പരിപാടി ഇവിടെ പരിപാടി എല്ലാ ദിവസവും ഒന്നുമില്ല. ഞാൻ ക്ലാസ്സിലേക്ക് ഒന്ന് കയറിയിട്ട് കുട്ടികളോട് കാര്യം. നമ്മൾ ഇംഗ്ലീഷ് ഫീഡ്ബാക്ക് ഞാൻ ചോദിക്കും. ഹായ്, യുവർ നെയിം ഈസ് നുഫ്ല. ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സജി സാറിന്റെ ബർത്ത്ഡേ ഉണ്ടല്ലേ? കേക്ക് മുറിച്ചില്ല? സജി സാറിന് എത്ര ഏജ് ആയി? 24. എല്ലാത്തിലും ഒരേ സ്ഥലത്തിൽ പറയുന്നത് 24. പക്ഷെ അങ്ങനെ ഇത് തന്തയിക്കണ്. സിത്താര ഈ 7th. ഹായ്, ഹലോ, ഹൗ ആർ യു? ഫൈൻ. സംഗീത അല്ലേ? നിങ്ങൾ രണ്ടാളും ക്ലാസ്മേറ്റ്സ് അല്ലേ? നിങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമുള്ള കാര്യം പറഞ്ഞത് എന്ത് ഫുഡാണ്? ഷവായി. ഷവായി. ഈ വ്ളോഗിൽ എത്ര ഒരു 100K വ്യൂസ് എന്നാല് നിങ്ങൾക്ക് ഫുൾ ഷവായിനാണ് വാങ്ങിത്തരാം. ഓക്കെ, ബൈ. കേട്ടില്ല? പിന്നെ ഇന്നത്തെ മെയിൻ ഹെയർ സ്റ്റൈല്. ഇന്ന് രാവിലെ വന്നപ്പോ തന്നെ ഹെയർ സ്റ്റൈൽ ഒക്കെ സൈഡൊക്കെ. ഓ മോനെ, ഏത് ഹെയർ സ്റ്റൈൽ? ഓക്കെ, ഞാൻ ബാർബർ ഷോപ്പിൽ പോയി. അയാൾക്ക് മലയാളം അറിയില്ല, എനിക്ക് ഹിന്ദി അറിയില്ല. ഞാൻ പറഞ്ഞു സ്ലോപ്പ്, അയാൾ പറഞ്ഞു ബോക്സ് അടിച്ചിട്ട് അച്ചായെന്ന്. ഞാൻ പറഞ്ഞു അച്ചായെന്ന് എല്ലാണ്ടെന്നാ പറഞ്ഞു. അപ്പോൾ ഒരു അച്ഛ കൊണ്ട് എല്ലാതും മാറി. അതാണ് ഇവിടെ സംഭവിച്ചത്. B8 ഒരു മെയിൻ താരമുണ്ട്, റസൽ റഹ്മാനാണ്. ഇൻസ്റ്റയിൽ 2 അക്കൗണ്ട് ഉണ്ട്. നമുക്ക് ആളെ പരിചയപ്പെടാം. എഡിറ്ററാണ് ആള്? എഡിറ്ററാണല്ലേ? ഹലോ, ഹൗ ആർ യു? മെയിൻ താരമാണ്. എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും. പിന്നെ ആള് സിംഗിൾ ആണെന്ന് തോന്നുന്നു. സിംഗിൾ ആണോ? അതെ. ഇടയ്ക്കൊരു വീഡിയോ അല്ല, ഒരു പോസ്റ്റ് ഉണ്ട് ഒരാളെ നിൽക്കണത്. അത് എന്ത് സിസ്റ്ററാണ് പറഞ്ഞത്. ഓക്കെ, ഇന്ന് സജി സാറിന്റെ ബർത്ത്ഡേ ഉണ്ട് അല്ലേ? അതെ. മൂപ്പർക്ക് എത്ര ഏജായി? മൂപ്പര് ചോദിച്ചു, മൂപ്പര് പറഞ്ഞില്ല. പറഞ്ഞൊന്നുമില്ല. എന്ത് സ്വഭാവമാണ് മൂപ്പര്. സജി സാർ വയറിൽ ലൈക്ക് ദിസ് ഒരു ഏജ് ഒക്കെ പറഞ്ഞൂടെ? അറ്റൻഡൻസ് ഇട്ടില്ല അല്ലേ? അല്ല, അടുത്ത് അറ്റൻഡൻസ് ഇട്ടില്ല അല്ലേ? കാരണം ലേറ്റ് ആയി വന്നോണ്ട് അറ്റൻഡൻസ് ഇട്ടിട്ടില്ല. അല്ല, അറ്റൻഡൻസ് വിളിച്ചോണ്ട് പറഞ്ഞിട്ടില്ല. നല്ല പനിയായിരുന്നു. ഓക്കെ, എന്നിട്ട് പനിയായി എന്താ പറ്റി? എന്ത് ചെയ്തോ? അല്ല, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? കാണിച്ചിട്ട് വന്നു. എവിടെ കാണിച്ച്? റെസിപ്റ്റ് ഉണ്ട് കയ്യില്? അവനിലല്ലേ? നോളെ പറയാം. റെസിപ്റ്റ് വാട്സപ്പിൽ അയക്കാതെ പറഞ്ഞു. നമുക്ക് നോക്കാം റെസിപ്റ്റ് അയക്കുമല്ലായിരുന്നു. സോ ഹായ് മിസ്, ഹൗ ആർ യു? ഇത് നമ്മുടെ ഇംഗ്ലീഷ് ടീം ആണ്. ഇന്ന് നമ്മുടെ ക്ലാസ് B8 and B7. So how is English Academy? I loved it. Most of the people do have a kind of energy inside them. Like they wanted to. Oh, sure. ആക്റ്റീവ് എനർജറ്റിക് ആയിരുന്നു. പിന്നെ കൊള്ളാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് CEO ചെന്നോക്കാം. ടീച്ചർ സാറാണ്. സോ സാറിന് എന്താ പറയണമെന്ന് ചോദിച്ചു. ഹായ് സാർ, ഹൗ ആർ യു? ഹായ്. സോ മിസ്റ്റർ സാർ, CEO of Skillage. സോ ഇത് നമ്മുടെ 2ാമത്തെ ഡെയിലി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഡെയിലി വ്ളോഗിലൂടെ നിങ്ങൾക്ക് സ്കില്ലേജിൻ്റെ ഒരു പോസിറ്റിവിറ്റി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. നല്ലൊരു കാര്യമാണ്. ഒരുപാട് ആൾക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം ആളുകൾക്ക് സ്കില്ലിനെ അറിയാൻ വേണ്ടി പറ്റും. അതോടൊപ്പം ഒരുപാട് ആളുകളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്. സ്റ്റാഫിനെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളി സ്റ്റാഫാണ്. ആരും കൊതിക്കുന്ന സ്റ്റാഫാണ് സ്കില്ലേജിൻ്റെ സ്റ്റാഫ്. മാഷാ അല്ലാഹ്. അതിൽ വലിയ കൃതജ്ഞനാണ്. ഇത്ര നല്ല സ്റ്റാഫിന് കിട്ടിയോണ്ടാണ് സ്കില്ലേജ് മനോഹരമായിട്ട് പോകുന്നത്. സോ സ്റ്റാഫ് നല്ലോണം, സ്കില്ലേജ് എല്ലാതും നല്ലതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർ ബൈ. അപ്പോൾ നമുക്ക് വ്ളോഗ് ഇവിടുന്ന് എൻഡ് ചെയ്യാം. സോ നേരത്തെ പറഞ്ഞ മാതിരി ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.